ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായത് വൻ പരാജയമാണ്. അത് വാങ്ങിച്ചു കൂട്ടിയത് താഴെയുള്ള മന്ത്രിമാരുടെ ഒരു അപാധകളല്ല. ഇത് മുകളിലെ തട്ടിലെ ആഭ്യന്തരമന്ത്രി നമ്മളെ പിണറായി സഖാവിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പരാജയം സംഭവിച്ചത്. ഭരണപക്ഷത്തിരുന്ന് ഇത്രയും സംഭവിക്കാൻ കാരണം ഒരൊറ്റ ഒരാൾ കാരണം തന്നെയാണ് പിണറായി സഖാവിൻ്റെ ഒരൊറ്റ നടപടികളാണ്. ആഭ്യന്തരം നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാതെ പോയി. ആഭ്യന്തരം നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാ പോലീസ് മേധാവികളൊന്നും നിയന്ത്രിക്കാതെ കഴിയാതെ പോയി. ഇദ്ദേഹത്തിൻ്റെ പിടിയിലല്ല പോലീസ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ചലനത്തിലുമല്ല പോലീസ് നിയന്ത്രിക്കുന്നത്. പോലീസുകാർ ആരോ വേറെ ആരോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിയാസ് മൗലവി കേസിൽ പ്രതികളെ പിടിച്ചപ്പോഴേക്കും പ്രതികളെല്ലാം മദ്യപാനികളായി മാറിയതും അവസാനം പ്രതികൾ വെറുതെ വിട്ടതും. ഇതെല്ലാം റിയാസ് മൗലവിയുടെ കേസ്. പിന്നെ അത് കഴിഞ്ഞാൽ പാലത്തായി കേസെടുത്ത് നോക്കിയാൽ പാലത്തായി പത്മരാജന് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സമരം അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ നടത്തി അവസാനമാണ് അറസ്റ്റ് ചെയ്തത്. പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയെ അവിടെയും ജാമ്യം കിട്ടി, അദ്ദേഹത്തിനും ജാമ്യം കിട്ടി. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ഭരണ അധികാരം വളരെ മോശമായിട്ട് ഈ ഒരു ചീത്തപ്പേരാണ് അൻവർ MLA പറഞ്ഞതുണ്ട്. അൻവർ MLA ഇത് തന്നെയല്ലേ എല്ലായിടവും പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞതും കേരളം കേട്ട്. മലപ്പുറം ജില്ലയെ ബിസ്ക്കറ്റ് മാഫിയ സംഘമാക്കി മലപ്പുറത്തെ മാറ്റി കേസുകൾ മലപ്പുറത്ത് വർദ്ധിച്ചു കൊണ്ടുവരുന്നു. പോലീസുകൾ എയർപോർട്ടിൻ്റെ പുറത്ത് നിന്ന് സ്വർണ്ണങ്ങൾ പിടിച്ചെടുക്കുന്നു. ആ സ്വർണം എവിടെ പോകുന്നു? ഇതെല്ലാം വലിയൊരു മാഫിയ സംഘമായിരുന്നു ആഭ്യന്തരമന്ത്രിക്ക് ചുറ്റും ഇരുന്നത്. പക്ഷെ ഇതൊന്നിനെ നിയന്ത്രിക്കാൻ നമ്മളെ പിണറായി സഖാവിന് കഴിഞ്ഞില്ല, ആഭ്യന്തരത്തിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതോ പി ശശിയുടെ കളിയാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇതാണ് അവസ്ഥ. നമ്മളാരും ആഗ്രഹിച്ചതല്ല ഇടതുപക്ഷം പരാജയപ്പെടണമെന്ന്. പക്ഷേ കൊണ്ടെത്തിച്ച വിധി അങ്ങനെ ആയിപ്പോയി. നമ്മൾ മറ്റു മന്ത്രിമാരെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഭരണപക്ഷമായിരുന്നു. 10 കൊല്ലം അഴിമതിയില്ല, എല്ലാവർക്കും എല്ലാ സൗകര്യമുണ്ട്. ഒന്നിലാണ് പരാജയം, ആഭ്യന്തരത്തിൻ്റെ പരാജയം കൊണ്ടാണ് മൊത്തം താഴോട്ടുള്ളവർക്കും പേരുദോഷമായത്. ഇത്രയും വൻ പരാജയം. മോദിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. നരേന്ദ്രമോദിക്കെതിരെ ഒരു തെരുവിലിറങ്ങി ഒരു പ്രതിഷേധം നടത്തിയത് ആ നോട്ട് നിരോധനത്തിൻ്റെ അന്നാണ്. മുഖ്യമന്ത്രി ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഒരു പ്രതിഷേധം ഇറങ്ങി അവിടെ റിസർവ് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്നത്. അതുമാത്രമാണ്. അതിന് ശേഷം ആ റിസർവ് ബാങ്കിൽ ഇരുന്നപ്പോൾ ഇതെല്ലാം ഡീലായി, ഇവരുടെ പൈസകളൊക്കെ മാറ്റി കൊടുക്കാമെന്ന് ഡീലായി കാണും. അതോടെ ആ സമരത്തോടെ തീർന്നതാണ് പിണറായി വിജയൻ്റെ ഒരു തെരുവിലിറങ്ങിയ ഒരു പ്രതിഷേധം മോഡി സർക്കാരിനെതിരെ നടത്തിയത്. ഇത് മാത്രമാണ് നടന്നത്. വേറെ ഇത്രയെല്ലാം പ്രശ്നം നടന്നിട്ടും നമ്മളെ പിണറായി വിജയൻ സഖാവ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജനങ്ങളെല്ലാം TVയും വാർത്തയെല്ലാം കാണുന്നതല്ലേ. ഇതെല്ലാം വാർത്തയൊക്കെ കാണുമ്പോൾ അവർ തന്നെ ആലോചിക്കില്ലേ ഇത് എന്തിനാണ്, ഇത് ഇരട്ട നീതിയാണ് നടക്കുന്നത്, ഇരട്ട നീതിയാണ് ഇവിടെ നടക്കണതെന്ന് അവർ ചിന്തിക്കും. മനുഷ്യരെല്ലാം ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. ശിവൻകുട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് വീണ ജോർജിൻ്റെ പേരിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബാധിക്കില്ല. പക്ഷെ ബാധിച്ചതല്ല ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ഈ സർക്കാർ ഇത്രയും സീറ്റിൽ കുറയാനും കോൺഗ്രസ്സിന് ഇത്രയും വൻ ഭൂരിപക്ഷം വരാനും സംഭവിച്ചതെല്ലാം ഈ ഒരു സർക്കാരിൻ്റെ ആഭ്യന്തര പ്രശ്നം കാരണമാണ് ഇത്രയും സംഭവിച്ചത്. എന്തെല്ലാം കേസെടുത്ത് നോക്ക്. റിയാസ് മൗലവി, പത്മരാജൻ്റെ പോസ്കോ കേസ്, ആലപ്പുഴ സലാമിൻ്റെ കേസ്. ഇവിടെ പ്രതി കൂടും, അവിടെ പ്രതി കുറയും. അതുപോലെ പാലക്കാട് സുബൈറിൻ്റെ കേസിൽ അവൻ്റെ പ്രതികളുടെ ഭാര്യയെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടപ്പിച്ചളഞ്ഞ്. ഇതെല്ലാം നടക്കുമ്പോഴും നമ്മളെ പിണറായി വിജയൻ സഖാവ് ഇതൊന്നും അറിയുന്നില്ല, ഒരു സംഭവം അറിയുന്നില്ല. എന്ത് സംഭവിച്ചു? ലാവിൻ കേസായിരിക്കാം,
മക്കളെ പേരിലുള്ള കേസുകളായിരിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും അത് ആർജവത്തോടെ നിന്നെങ്കിൽ ജനങ്ങളെല്ലാം താങ്കളുടെ പിന്നാലെ വരുമായിരുന്നു. ജയിലിൽ കിടന്ന ഒരു കിടക്കട്ടെന്ന് പറഞ്ഞ് താങ്കൾ ഇറങ്ങിയിരുന്നെങ്കിൽ കേരളം ഇന്ന് ജനങ്ങളെല്ലാം താങ്കളുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇവിടെയാണ് പരാജയപ്പെട്ടത്.